മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ നഗരസഭയിലെ LDF കൗൺസിലർമാർ ധർണ നടത്തി. നിലമ്പൂർ ജില്ലാ ആശുപത്രി വികസനം MLAയും കോൺഗ്രസും തടയുന്നുവെന്ന് ആരോപിച്ചായിരുന്നു ധർണ. MLAയ്ക്കും UDFനുമെതിരെ നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ നടത്തിയ സമരത്തിലൂടെ സ്വയം അപഹാസ്യരായി മാറിയെന്നും സത്യം മനസ്സിലാക്കുവാൻ നിലമ്പൂരിലെ ജനങ്ങൾക്കറിയാമെന്നും അവർ ഈ സമരത്തെ പുച്ഛിച്ചു തള്ളുമെന്നും നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലൊളി മെഹബൂബ്. നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള കംഫർട്ട് സ്റ്റേഷൻ പൂട്ടിയിട്ടതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർക്ക് ഉടൻ തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് UDF മുനിസിപ്പൽ കമ്മിറ്റി പൂട്ടിയിട്ട കംഫർട്ട് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. മലപ്പുറം കിഴക്കേ ചാത്തല്ലൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധിക മരിച്ചു. കിഴക്കേ ചാത്തല്ലൂരിൽ പട്ടേരി വീട്ടിൽ കല്യാണിയമ്മയാണ് മരിച്ചത്. ഏറനാട് മണ്ഡലത്തിലെ വന്യമൃഗശല്യം പരിഹാരം തേടി PK ബഷീർ MLAയുടെ അധ്യക്ഷതയിൽ എടവണ്ണയിൽ പ്രത്യേക യോഗം ചേർന്നു. കാട്ടാനശല്യം രൂക്ഷമായ സ്ഥലങ്ങളിൽ സോളാർ വൈദ്യുത വേലി നിർമ്മിക്കാൻ ധാരണ. വാർത്തകൾ വിശദമായി. നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ നഗരസഭയിലെ LDF കൗൺസിലർമാർ ധർണ നടത്തി. നിലമ്പൂർ ജില്ലാ ആശുപത്രി വികസനം MLAയും കോൺഗ്രസും തടയുന്നുവെന്ന് ആരോപിച്ചായിരുന്നു ധർണ. ജില്ലാ ആശുപത്രി വികസനം സംബന്ധിച്ച് കോൺഗ്രസിന്റെ നിലപാടിനെതിരെ ജില്ലാ ആശുപത്രിക്ക് മുൻപിൽ നഗരസഭയിലെ LDF കൗൺസിലർമാർ നടത്തിയ ധർണ നഗരസഭാ ചെയർപേഴ്സൺ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂർ ജില്ലാ ആശുപത്രി UDF ഭരിക്കുന്ന ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലാണ് എന്ന് എല്ലാവർക്കും അറിയാം. നിലമ്പൂർ മുനിസിപ്പാലിറ്റിക്കോ അല്ലെങ്കിൽ മറ്റു പഞ്ചായത്തുകൾക്കോ അതിൽ HMCയിലോ അല്ല അതല്ലാത്ത വേറെ അതുമായി ഇടപെട്ടിട്ടോ ഒരു ബാധ്യതയുമില്ല എന്ന് നാം മനസ്സിലാക്കണം. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നിട്ട് നമുക്കറിയാം ഏകദേശം 4.5 വർഷം പൂർത്തീകരിക്കുകയാണ്. അതിനു മുമ്പത്തെ മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും നിയമസഭയും ഒക്കെ തന്നെ UDFന്റെ ഭരണകാലമായിരുന്നു എന്നും നമുക്കറിയാം. ഈ 9 വർഷക്കാലത്തോളമുള്ള പിണറായി സർക്കാരിന്റെ ആരോഗ്യ മേഖലയിലുള്ള പുരോഗമനം നമുക്ക് എല്ലാവരും ദൃശ്യമാധ്യമങ്ങളിൽ കൂടെയും പത്രമാധ്യമങ്ങളിൽ കൂടെയും ഒക്കെ ചർച്ച ചെയ്ത കാര്യം. ഏകദേശം 300-400 ആളെ നോക്കേണ്ട ജില്ലാ ആശുപത്രിയിൽ ആയിരക്കണക്കിന് രോഗികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ജില്ലാ ആശുപത്രിയിലും മെഡിക്കൽ കോളേജുകളിലും താലൂക്ക് ആശുപത്രികളിലൊക്കെ ജനങ്ങൾ വരുന്നതുകൊണ്ടാണ്? ഏറ്റവും നല്ല ചികിത്സ, ഏറ്റവും നല്ല കെയറിങ് അവിടുന്ന് കിട്ടും എന്നുള്ളത് കൊണ്ടാണ് അത്തരമുള്ള ആശുപത്രിയിലേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നത്. എന്തുകൊണ്ട് ഈ ഗവൺമെന്റിനെ ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും എതിർക്കുന്നു? നേരത്തെ ബഷീർ പറഞ്ഞതുപോലെ പ്രൈവറ്റ് ആശുപത്രികൾ നൽകുന്ന പരസ്യം കൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ രോഗികൾ ചെന്നിട്ടില്ലെങ്കിൽ അവർക്ക് പരസ്യം കൊടുക്കാൻ കഴിയില്ല. കാരണം രോഗികളൊക്കെ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് വരികയാണ്. അപ്പോ ഗവൺമെന്റിനെ എതിർക്കും. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഈ 9 കൊല്ലത്തെ പിണറായി സർക്കാരിന്റെ ഭരണം കേരളത്തിലെ ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, ഏത് മേഖല എടുത്തു നോക്കിയാലും നമ്മൾ 1-ാം നമ്പർ. ഞാനിത് പറയാൻ കാരണം ഈ 9 വർഷം കൊണ്ട് നമ്മുടെ ഈ ജില്ലാ ആശുപത്രിയുടെ വികസനം എത്രത്തോളം നടന്നിട്ടുണ്ട് എന്നുള്ളത് ഈ പറയുന്ന നമ്മുടെ കണ്ണുകളുള്ള ഈ നാട്ടുകാർക്ക് ഇതിനെ നടന്നു നോക്കിയാൽ കാണാവുന്നതാണ്. 2016 മുമ്പിലുള്ള സ്ഥിതിയാണോ ഇപ്പൊ ഈ 2025 നമ്മൾ നോക്കുമ്പോൾ ഈ ജില്ലാ ആശുപത്രിക്ക്? 2016 ഇവിടെ ഉണ്ടായിരുന്നത് 14 ഡോക്ടർമാരാണ്. ഇന്നത്തെ ഡോക്ടർമാരാ 45 ഡോക്ടർമാരാണ്. 2016 150 താഴെയാണ് ഇവിടെ രോഗികൾ വന്നിരുന്നു, ജീവനക്കാരുണ്ടായിരുന്നു.
അതിപ്പോ 360. ആശുപത്രിയുടെ വികസനം തടയാനാണ് MLAയുടെയും കോൺഗ്രസിന്റെയും ശ്രമമെന്നും കോൺഗ്രസിന്റെയും MLAയുടെയും നിലപാടുകൾ പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനുള്ള ക്യാമ്പയിന്റെ തുടക്കമാണ് ധർണയെന്നും നഗരസഭാ ചെയർപേഴ്സൺ മാട്ടുമൽ സലീം പറഞ്ഞു. CPM ജില്ലാ കമ്മിറ്റി അംഗം ഇ പത്മാക്ഷൻ, ഏരിയ സെക്രട്ടറി M മോഹനൻ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ PM ബഷീർ, കക്കാടൻ റഹീം, സ്കറിയാക്കനാത്തോപ്പിൽ, UK ബിന്ദു, ഷൈജി മോൾ, കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K ഷരീഫ തുടങ്ങിയവർ സംസാരിച്ചു. മലയോര മേഖലയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ആശ്രയമായ നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ വികസനത്തെ തടസ്സപ്പെടുത്തുവാനാണ് MLAയും കോൺഗ്രസും ശ്രമിക്കുന്നത്. MLAയുടെ നേതൃത്വത്തിൽ തുടങ്ങാനിരിക്കുന്ന സ്വകാര്യ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയെ സഹായിക്കുവാനാണെന്ന് LDF ആരോപിച്ചു. MLAയ്ക്കും UDFനുമെതിരെ നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ നടത്തിയ സമരത്തിലൂടെ സ്വയം അപഹാസ്യരായി മാറിയെന്നും സത്യം മനസ്സിലാക്കുവാൻ നിലമ്പൂരിലെ ജനങ്ങൾക്കറിയാമെന്നും അവർ ഈ സമരത്തെ പുച്ഛിച്ചു തള്ളുമെന്നും നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലൊളി മെഹബൂബ്. തന്റെ കഴിവുകേട് മറച്ചുപിടിക്കാൻ നഗരസഭാ ചെയർമാൻ നടത്തുന്ന നാടകമാണ് ഈ സമരമെന്നും പാലൊളി മെഹബൂബ് പറഞ്ഞു. കഴിഞ്ഞ 5 വർഷത്തോളക്കാലം നിലമ്പൂർ നഗരസഭ എല്ലാ സൗഭാഗ്യങ്ങളോടുകൂടിയും ഭരിച്ചിട്ട് മുഖ്യമന്ത്രിയുണ്ട്, സംസ്ഥാന ഭരണമുണ്ട്, ആരോഗ്യ വിദ്യാഭ്യാസ മന്ത്രിമാരുണ്ട്. 2 മാസം മുമ്പ് വരെ LDFന് ഒരു MLA ഉണ്ട്. ഈ 4.25 കൊല്ലക്കാലം നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ വികസനവുമായി ബന്ധപ്പെട്ട് യാതൊന്നും ചെയ്യാൻ കഴിയാതെ പോയതിലുള്ള നൈരാശ്യം കൊണ്ടാണ് ഇന്ന് നഗരസഭാ ചെയർമാൻ്റെ നേതൃത്വത്തിൽ LDFൻ്റെ കൗൺസിലർമാർ ആശുപത്രിക്ക് മുമ്പിൽ പ്രതിഷേധം നടത്തിയത്. ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാമല്ലോ, കഴിഞ്ഞ 3 കൊല്ലം മുമ്പ് 2022 ജില്ലാ ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സ്ഥലമെടുക്കുന്നതിന് വേണ്ടി അവിടെ ചർച്ച വന്നു. ഞങ്ങൾ അന്നും ഇന്നും പറയുന്നത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ വികസനത്തിന് കോൺഗ്രസോ UDFോ ഒരു കാലത്തും എതിർപ്പ് നിന്നിട്ടില്ല. ഒരു കാലത്തും ഞങ്ങളതിനെ എതിർത്തിട്ടില്ല. കാരണം ഞങ്ങൾ പറയുന്നത് ആ വീട്ടിക്കുത്ത് സ്കൂള് പരമ്പരാഗതമായി 1909 മുതൽ നിലമ്പൂർ രാജാക്കന്മാർ വിട്ടുകൊടുത്തിട്ടുള്ള സ്ഥലം, അത് പൂർണ്ണമായും അവിടുന്ന് മാറ്റുന്നതിന് പകരം ആ സ്കൂൾ നിലനിർത്തുകയും അതോടൊപ്പം തന്നെ ജില്ലാ ആശുപത്രിയുടെ വികസനത്തിനായി സ്ഥലം കണ്ടെത്തുകയും വേണം. അതാണ് UDFൻ്റെയും കോൺഗ്രസിൻ്റെയും തീരുമാനം. നിങ്ങൾ 2022 ആ സ്ഥലം വിട്ടുകിട്ടുന്നതിന് വേണ്ടി ഏറ്റെടുത്തിട്ടുള്ള സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടി എടുത്തിട്ടുള്ള തീരുമാനം, ആ തീരുമാനം എന്തായി എന്നാണ് UDF ചോദിക്കുന്നത്. ഞങ്ങളിതിനു മുമ്പും നഗരസഭാ ചെയർമാനോട് ചോദിച്ചിട്ടുള്ളത്, അദ്ദേഹം മറുപടി നാട്ടുകാരോട് പറയേണ്ടത് 2022 നഗരസഭാ കൗൺസിൽ എടുത്ത തീരുമാനം, ആ തീരുമാനം ഇപ്പോൾ എന്തായി? ആരാ ഭരിക്കുന്നത്? കോൺഗ്രസും UDFുമാണോ ഭരിക്കുന്നത്? മുഖ്യമന്ത്രിയല്ലേ? CPM അല്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ലേ? വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ആരോഗ്യ മന്ത്രി ആരാണ്? 2 മാസം മുമ്പ് വരെ MLA ആരുടെ പക്ഷത്തായിരുന്നു? എന്തേ നിങ്ങൾക്ക് ഈ 3 കൊല്ലക്കാലമായി നിങ്ങളെടുത്ത് തിരുവനന്തപുരത്തേക്ക് അയച്ച ആ തീരുമാനത്തിന്മേൽ ഒരു നടപടി ഉണ്ടാക്കാൻ കഴിയാതെ പോയത്? സംസ്ഥാന ഭരണവും ആരോഗ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും MLAയും ഉണ്ടായിട്ടും എല്ലാ സൗഭാഗ്യങ്ങളോടെ കഴിഞ്ഞ 5 വർഷത്തോളം നഗരസഭാ ഭരണം നടത്തിയിട്ടും ജില്ലാ ആശുപത്രിയുടെ വികസനത്തിനായി യാതൊന്നും ചെയ്യാൻ പറ്റാത്തതിലുള്ള നൈരാശ്യം മറച്ചുപിടിക്കുന്നതിനും പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിനും വേണ്ടിയാണ് ഈ സമരം. അണയാൻ പോകുന്ന ദീപം ആളിക്കത്തുമെന്ന് പറയുന്നത് പോലെ കഴിഞ്ഞ 5 വർഷം സമ്പൂർണ്ണ പരാജയമായ ഉപതെരഞ്ഞെടുപ്പിൽ ഒരവസരം കിട്ടിയപ്പോൾ കക്ഷി രാഷ്ട്രീയത്തിനും അപ്പുറം നിലമ്പൂരിലെ നല്ലവരായ പൊതുജനം ഒന്നടങ്കം എഴുതി തള്ളിയവരാണിവർ. ജില്ലാ ആശുപത്രിയുടെ വികസനമെന്നല്ല, ഒരു വികസനത്തിനും കോൺഗ്രസും UDFും ഒരു കാലത്തും എതിരായി നിന്നിട്ടില്ല. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നഗരസഭാ ചെയർമാൻ മറുപടി പറഞ്ഞിട്ടില്ല. ജില്ലാ ആശുപത്രിയുടെ വികസന ആവശ്യത്തിനായി UP സ്കൂളിന്റെ സ്ഥലം ഏറ്റെടുക്കുന്നതിനായി കൗൺസിൽ എടുത്ത് കൊടുത്ത തീരുമാനം എന്തായി? 3 വർഷം കഴിഞ്ഞിട്ടും ഈ തീരുമാനത്തിൽ നടപടി ഉണ്ടാകാത്തത് എന്തുകൊണ്ട്? 2 മാസം മുൻപ് വരെ MLA LDFക്കാരനായിരുന്നല്ലോ. ആരോഗ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഇപ്പോഴും CPIയും ആണല്ലോ. വർഷങ്ങളായിട്ടും ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാതെ ഒരു ഫയൽ പോലും ആകാതെ കിടക്കുന്നത് ഏത് സ്വകാര്യ ആശുപത്രികളെ സഹായിക്കുവാനാണ്? UP സ്കൂൾ വീട്ടിക്കുത്ത് സ്കൂളിലേക്ക് മാറ്റാനായി എടുത്ത തീരുമാനത്തിന്റെ രേഖകൾ പുറത്തുവിടാമോ?
UP സ്കൂളിന്റെ സ്ഥലം ജില്ലാ ആശുപത്രിക്ക് വിട്ടുകിട്ടുവാൻ വിദ്യാഭ്യാസ വകുപ്പോ ആരോഗ്യ വകുപ്പോ എടുത്ത എന്തെങ്കിലും രേഖകൾ പുറത്തുവിടാമോ? ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണം നടത്തുവാൻ കഴിയാതെ പൊതുജനം മഴയും വെയിലും കൊണ്ടാണ് ബസ് കാത്തുനിൽക്കുന്നത്. വിദ്യാർത്ഥികളും സ്ത്രീകളും പ്രായമുള്ളവരും മലമൂത്ര വിസർജനത്തിന് പോലും സൗകര്യമില്ലാതെ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിൽ ദിവസേന ദുരിതം അനുഭവിക്കുകയാണ്. കരാറുകാരുമായി ഒത്തുകളിച്ച് ബിനാമി ഇടപാട് നടത്തിയും റോഡുകൾ കുണ്ടും കുഴിയുമായി കിടക്കുകയാണ്. അഴിമതിയും കമ്മീഷൻ വാങ്ങലും മാത്രമാണ് നഗരസഭയിൽ നടക്കുന്നത്. നിലമ്പൂരിൽ കണ്ട ഏറ്റവും പരാജയപ്പെട്ട ചെയർമാനായി ഈ നഗരസഭാ ചെയർമാൻ മാറിയിരിക്കുകയാണ്. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ജനം എഴുതി തള്ളിയിട്ടും വീണ്ടും വീണ്ടും പൊതുജനത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ ഭരണസമിതി അഴിമതിയുമായി മുന്നോട്ട് പോകുന്നതെന്നും പാലോളി മെഹബൂബ് പറഞ്ഞു. നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള കംഫർട്ട് സ്റ്റേഷൻ പൂട്ടിയിട്ടതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർക്ക് ഉടൻ തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് UDF മുനിസിപ്പൽ കമ്മിറ്റി പൂട്ടിയിട്ട കംഫർട്ട് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. പ്രതിഷേധ സമരം മുൻ KPCC സെക്രട്ടറി VA കരീം ഉദ്ഘാടനം ചെയ്തു. ഒരു കക്കൂസ് കേടുവന്നിട്ട് അതുപോലെ നന്നാക്കി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുവാൻ കഴിവില്ലാത്തവരാണ് നിലമ്പൂർ നഗരസഭ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നൂറുകണക്കിന് യാത്രക്കാർ ഓരോ ദിവസവും വന്നു പോകുന്ന ഈ ബസ് സ്റ്റാൻഡിൽ സ്ത്രീകളും കുട്ടികളും വിദ്യാർത്ഥികളും ഇതിൽ പ്രായമുള്ളവരും ബസ് ഓട്ടോ തൊഴിലാളികളും ആശ്രയിച്ചിരുന്ന ശൗചാലയമാണ് ദിവസങ്ങളായി പൂട്ടിയിട്ടിരിക്കുന്നത്. ഒരു ഉത്തരവാദിത്വവുമില്ലാത്ത കെടുകാര്യസ്ഥതയുടെ പര്യായമായി നിലമ്പൂർ നഗരസഭാ അധികാരികൾ മാറിയതിന്റെ അവസാന ഉദാഹരണമാണിത്. ആര്യാടൻ ഷൌക്കത്ത് നഗരസഭാ ചെയർമാനായിരുന്ന UDF ഭരണസമിതിയാണ് പുതിയ ബസ് സ്റ്റാൻഡും ശൗചാലയവും ഉണ്ടാക്കിയത്. അതിനുശേഷവും UDF ഭരണസമിതി തന്നെ ഭരിച്ചപ്പോഴൊന്നും ഈ ശൗചാലയം പൂട്ടിയിടേണ്ട ഗതികേട് ഉണ്ടായിട്ടില്ല. ഈ LDF ഭരണസമിതി വന്നതിന് ശേഷം യഥാസമയങ്ങളിൽ കാര്യക്ഷമമായി അറ്റകുറ്റപ്പണികൾ നടത്താത്തത് കാരണം ഇടയ്ക്കിടയ്ക്ക് പൊതുജനം ഇതുപോലെ ദുരിതം അനുഭവിക്കുകയാണ്. നിലമ്പൂരിലെ പ്രധാന റോഡുകൾ മുഴുവനായും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. ഈ ബസ് സ്റ്റാൻഡിലേക്ക് വരുന്ന പ്രധാന റോഡ് മാസങ്ങളായി കുണ്ടും കുഴിയുമായി കിടക്കുന്നു. ഉണ്ടാക്കിയ റോഡുകൾക്ക് ഒരു മാസത്തെ ആയുസ് പോലും ഇല്ലാത്ത അവസ്ഥയാണ്. കരാറുകാരനുമായി ചെയർമാനും കൂട്ടാളികളും ബിനാമി ഇടപാടും അവിശുദ്ധ കൂട്ടുകെട്ടുമാണ്. പ്രതിഷേധ ധർണയിൽ UDF മുനിസിപ്പൽ ചെയർമാൻ നാണിക്കുട്ടി കൂമഞ്ചേരി, നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് എന്നിവർ മുഖ്യ പ്രഭാഷണം നടത്തി. കമ്മീഷൻ വേണം, കമ്മീഷൻ, എന്തിനും കമ്മീഷൻ. റോഡ് പണി നടന്നാൽ കമ്മീഷൻ, കുളമുണ്ടാക്കിയാൽ കമ്മീഷൻ, തൈകൾ വിതരണം ചെയ്താൽ കമ്മീഷൻ, കെട്ടിടമുണ്ടാക്കിയാൽ കമ്മീഷൻ. ഈ കക്കൂസ്, പൊട്ടിപ്പൊളിഞ്ഞ ഈ കക്കൂസ് ഇതുപോലെ പൂട്ടിയിട്ടിട്ട് അതൊന്ന് നന്നാക്കാൻ കഴിയാത്ത പിടിപ്പുകേടിന്റെ കെടുകാര്യസ്ഥതയുടെ പര്യായമായി ഈ നിലമ്പൂർ നഗരസഭാ ചെയർമാനും ഈ നഗരസഭയും മാറിയില്ലേ? എന്താ കാര്യം? ഈ കക്കൂസ് നന്നാക്കിയാൽ കമ്മീഷൻ കിട്ടില്ല, കക്കൂസ് നന്നാക്കിയാൽ കമ്മീഷൻ കിട്ടില്ല. അതുകൊണ്ട് നാട്ടുകാർ ദുർഗന്ധം വമിച്ച് മൂക്ക് പൊത്തി നടന്നാലും ഞങ്ങൾക്കൊരു ചുക്കുമില്ല എന്നാണ് നഗരസഭാ ചെയർമാൻ പറയുന്നത്. UDF നേതാക്കളായ തോമസ് P. ജോർജ്, അഹമ്മദ് കുട്ടി, A. ഗോപിനാഥ്, ഷെറി ജോർജ്, MK ബാലകൃഷ്ണൻ, നഗരസഭാ കൌൺസിലർമാർ ഡെയ്സി ചാക്കോ, റസിയ അള്ളമ്പാടം, ശ്രീജ V, ശ്രീജ ചന്ദ്രൻ, സാലി ബിജു, സൈഫു എനാന്തി, അജ്മൽ അണക്കായ്, ഷുഹൈബ് മുത്തു എന്നിവർ നേതൃത്വം നൽകി. മലപ്പുറം കിഴക്കേ ചാത്തല്ലൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധിക മരിച്ചു. കിഴക്കേ ചാത്തല്ലൂരിൽ പട്ടീരി വീട്ടിൽ കല്യാണിയമ്മയാണ് മരിച്ചത്. 68 വയസ്സായിരുന്നു. വനത്തിനകത്തെ ചോലയിലേക്ക് പോകുമ്പോഴാണ് ആക്രമണം. വനമുദ്യോഗസ്ഥർ ആനയെ തുരത്തുന്നതിനിടെയാണ് സംഭവം. മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ. ഏറനാട് മണ്ഡലത്തിലെ വന്യമൃഗശല്യം പരിഹാരം തേടി PK ബഷീർ MLA അധ്യക്ഷതയിൽ എടവണ്ണയിൽ പ്രത്യേക യോഗം ചേർന്നു. കാട്ടാന ശല്യം രൂക്ഷമായ സ്ഥലങ്ങളിൽ സോളാർ വൈദ്യുതി വേലി നിർമ്മിക്കാൻ ധാരണ. വനം, കൃഷി വകുപ്പുകളുടെ ഫണ്ടും MLA ഫണ്ടും ചെലവഴിച്ചായിരിക്കും സോളാർ തൂക്കുവേലികൾ നിർമ്മിക്കുക. വന്യമൃഗ ശല്യം അതിന് എങ്ങനെ പരിഹാരം കാണും? DFO ആണെങ്കിൽ വളരെ പുതിയ DFO ആണ്, വളരെ പോസിറ്റീവായിട്ടാണ് എല്ലാ കാര്യത്തിലേയും കാണുന്നത്. അപ്പോൾ നമുക്ക് എവിടെയൊക്കെ ഫെൻസിങ്, ആംഗിൾ ഫെൻസിങ് ഒന്നും കൃഷി ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ചത് കൃഷി ഡിപ്പാർട്ട്മെന്റിലും ഇതിന് ഫണ്ടുകളുണ്ട്. അപ്പം നമുക്കിതെല്ലാം കൂടി യോജിപ്പിച്ച് ഇതിനെങ്ങനെ പരിഹാരം കാണണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ മീറ്റിംഗ് വിളിച്ചിട്ടുള്ളത്. എവിടെയൊക്കെയാണ് പ്രശ്നങ്ങളുള്ളത് പറയാം, DFO ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും അതിന് പറയും. ഇതിൽ നമുക്ക് എങ്ങനെ പരിഹാരം ഉണ്ടാക്കണം, ഒരു പോസിറ്റീവ് അപ്രോച്ച്. ഇപ്പൊ ഞാനും മോള് മാത്രം വിചാരിച്ചത് ആനയും പുലിയും അത് ഇറങ്ങണം നിർത്താൻ കഴിയില്ല, എന്നാലും നമുക്കതിനൊരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇതിപ്പോൾ കേരളം മുഴുവൻ മലയോര മേഖലയിൽ നേരിടുന്ന ഒരു ഗുരുതരമായ ഒരു വിഷയമാണിത്. അപ്പോൾ അതെങ്ങനെ കൈകാര്യം ചെയ്യണം? ഇപ്പൊ പുലി മാത്രമല്ല, ഇപ്പൊ കരടിയായി, പന്നി ഏതായാലും ആയി, ഇപ്പൊ ആന നാട്ടുക്കുമായി.
അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മീറ്റിംഗ് വെച്ചത്. ഓരോ പഞ്ചായത്ത് ഭരണസമിതികളും കാട്ടാന ശല്യം രൂക്ഷമായ പ്രദേശങ്ങളിൽ എത്ര കിലോമീറ്റർ വൈദ്യുതി വേലി നിർമ്മിക്കണമെന്ന ആവശ്യം അറിയിക്കണം. വനം വകുപ്പിന് തന്നെ ഫണ്ട് ചിലവഴിക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ കൃഷി വകുപ്പിന്റെ സഹായവും തേടും. കൂടാതെ MLA ഫണ്ടും നൽകും. കാട്ടുപന്നി ശല്യത്തിന് പരിഹാരം കാണുവാൻ ശല്യക്കാരായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുവാനുള്ള അധികാരം ഗ്രാമപഞ്ചായത്തുകൾ കാര്യക്ഷമമായി നടപ്പാക്കണമെന്നും യോഗം നിർദ്ദേശിച്ചു. മനുഷ്യ വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ടതാണ് സുപ്രധാന യോഗം ചേർന്നത്. ഏറനാട് നിയോജക മണ്ഡലത്തിലെ മലയോര പഞ്ചായത്തുകളായ ചാലിയാർ, ഊർങ്ങാട്ടിരി ഉൾപ്പെടെ വന്യമൃഗശല്യം അതിരൂക്ഷമായ സാഹചര്യത്തിലാണ് MLA പ്രത്യേക യോഗം വിളിച്ചു ചേർത്തത്. മലയോര മേഖലയിൽ മനുഷ്യജീവനും കാർഷിക മേഖലയ്ക്കും ഭീഷണിയായി വന്യജീവികൾ മാറിയതോടെ വന്യമൃഗങ്ങളിൽ നിന്നും മനുഷ്യർക്കും കൃഷികൾക്കും സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിരുന്നു യോഗം. ഏറനാട് മണ്ഡലത്തിലെ എടവണ്ണ, ചാലിയാർ, ഊർങ്ങാട്ടിരി, കാവനൂർ, അരീക്കോട്, കുഴിമണ്ണ, കീഴുപറമ്പ പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തി PK ബഷീർ MLAയുടെ നേതൃത്വത്തിൽ എടവണ്ണ PS ഓഡിറ്റോറിയത്തിലാണ് യോഗം ചേർന്നത്. അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P റുഖിയ ഷംസു, നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P പുഷ്പവല്ലി, നിലമ്പൂർ നോർത്ത് DFO P ധനേഷ് കുമാർ, നോർത്ത് ACF അനീഷ സിദ്ദിഖ്, നിലമ്പൂർ തഹസിൽദാർ MP സിന്ധു, ഏറനാട് തഹസിൽദാർ KS അഷ്റഫ്, എടവണ്ണ, ചാലിയാർ, ഊർങ്ങാട്ടിരി, കാവനൂർ, അരീക്കോട്, കുഴിമണ്ണ, കീഴുപറമ്പ എന്നീ പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാർ, മെമ്പർമാർ, അരീക്കോട്, നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിമാർ, വില്ലേജ് ഓഫീസർമാർ, കൃഷി വകുപ്പ് ഓഫീസർമാർ, വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ആനക്കുളത്തെ കുടുംബങ്ങൾ താമസിക്കുന്നത് സുരക്ഷിതമല്ലാത്ത സ്ഥലത്തുനിന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി വിദഗ്ധ സമിതി കണ്ടെത്തൽ. 5 കുടുംബങ്ങൾ കഴിഞ്ഞ 7 വർഷമായി താമസിക്കുന്നത് മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന സ്ഥലത്ത്. 2018 ചാലിയാർ പഞ്ചായത്തിലെ ചെട്ടിയൻപാറയിലുണ്ടായ ഉരുൾപൊട്ടലിൽ 6 പേർ മരണപ്പെട്ടിരുന്നു. ചെട്ടിയൻപാറയോട് ചേർന്ന് കിടക്കുന്ന ആനക്കുളത്തെ 6 കുടുംബങ്ങളുടെ വീടുകളും അന്ന് താമസയോഗ്യമല്ലാത്ത വിധം കേടുപാടുകൾ സംഭവിച്ചിരുന്നു. ഈ കുടുംബങ്ങൾ പുനരധിവാസത്തിനായി അന്ന് തന്നെ കുറുമ്പലങ്കോട് വില്ലേജ് ഓഫീസിൽ അപേക്ഷ നൽകിയെങ്കിലും റവന്യൂ വകുപ്പിന്റെ അനാസ്ഥയും ജിയോളജി വകുപ്പിന്റെ അന്നത്തെ റിപ്പോർട്ടും ഈ കുടുംബങ്ങളെ പുനരധിവാസ ലിസ്റ്റിൽ നിന്നും തഴയുവാൻ ഇടയാക്കി. കഴിഞ്ഞ 7 വർഷമായിട്ടും ഇതിൽ ഒരു കുടുംബത്തിന് മാത്രമാണ് സ്ഥലം വാങ്ങി വീട് വയ്ക്കുവാൻ 10 ലക്ഷം നൽകിയത്. മറ്റ് 5 കുടുംബങ്ങളെ പട്ടികയിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തു. PK ബഷീർ MLA വിഷയത്തിൽ ഇടപെട്ട് അർഹരായ മറ്റ് 5 കുടുംബങ്ങളെയും സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി അവർക്ക് സ്ഥലവും വീടും വാങ്ങുവാൻ പണം അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് രംഗത്ത് വന്നതോടെയാണ് ഇവർക്ക് അർഹതപ്പെട്ട പുനരധിവാസം യാഥാർത്ഥ്യമാക്കുവാൻ നടപടി തുടങ്ങിയത്. വിഷയത്തിൽ കളക്ടർ ഉൾപ്പെടെ ഇടപെട്ടിട്ടുണ്ട്. ജില്ലാ ദുരന്ത നിവാരണ സമിതിയുടെ നേതൃത്വത്തിൽ ജിയോളജി വിഭാഗവും മണ്ണ് സംരക്ഷണ വിഭാഗവും ഭൂജല വിഭാഗം, ജലസേചന വിഭാഗവും ഹസാർഡ് അനലിസ്റ്റ് വിഭാഗത്തിലെ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ആനക്കുളത്തെത്തി നടത്തിയ വിദഗ്ധ പരിശോധനയിലാണ് ഇവിടെ താമസിക്കുന്ന കുടുംബങ്ങൾ സുരക്ഷിതമല്ലെന്നും ഏത് സമയത്തും മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്ന പ്രദേശമാണെന്നും അടിയന്തരമായി മാറ്റി പാർപ്പിക്കണമെന്നും കണ്ടെത്തിയത്. ഇവർ കളക്ടർക്ക് റിപ്പോർട്ട് നൽകും. 2018 വീടുകളുടെ കേടുപാടുകൾ മാത്രമാണ് പരിശോധിച്ചതെന്നും മണ്ണ് പരിശോധിച്ചിരുന്നില്ലെന്നും ദുരന്ത നിവാരണ സമിതി അംഗങ്ങൾ പറഞ്ഞു. 7 വർഷമായിട്ടും മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്ന ആനക്കുളത്ത് ജീവൻ പണയം വെച്ച് താമസിക്കുന്ന കുടുംബങ്ങൾ നിലമ്പൂർ തഹസിൽദാർക്ക് വീണ്ടും പരാതി നൽകും. മറ്റു മാർഗങ്ങൾ ഇല്ലാത്തതിനാൽ തങ്ങളുടെ പുനരധിവാസം എത്രയും പെട്ടെന്ന് നടപ്പാക്കണം എന്നാണ് ഇവരുടെ ആവശ്യം. ആലക്കൽ ജെയ്സൺ, അബു മലയൻകുളവൻ, ശ്രീലത ചേലക്കോടൻ, സീതാദേവി ചേലക്കോടൻ, സുബൈദ ആനക്കല്ലൻ എന്നിവരുടെ കുടുംബങ്ങളുടെ പുനരധിവാസമാണ് യാഥാർത്ഥ്യമാക്കേണ്ടത്. ഇനി ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഷോപിക വെഡിങ്സ്. +2 പരാജയപ്പെട്ടവരാണോ നിങ്ങൾ? അതല്ല +2 മാർക്ക് കുറഞ്ഞതിൽ വിഷമിച്ചിരിക്കുകയാണോ? എങ്കിൽ SSLC +2 കഴിഞ്ഞവർക്ക് കേവലം 2 വർഷത്തെ പഠനം കൊണ്ട് 100% ജോലി സാധ്യതയുള്ള എഞ്ചിനീയറിംഗ് കോഴ്സിന്റെ കൂടെ +2 നേടിയെടുക്കാനുള്ള അവസരവും വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള
പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ നിലമ്പൂരിലും. കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള PSC അംഗീകരിച്ച 2 വർഷത്തെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ ജോലിയും ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, VK റോഡ്, നിലമ്പൂർ. കോൺടാക്ട് 8921 573 500 9446 549 027. ക്രിസ്റ്റൽ ജ്വൽസ് ഒരുക്കുന്നു അതിനൂതനവും സുന്ദരവുമായ ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ കമനീയ ശേഖരം. ഒപ്പം അതിശയിപ്പിക്കുന്ന ഓഫറുകളും. ക്രിസ്റ്റൽ ജ്വൽസ്, ദ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി, മഞ്ചേരി, നിലമ്പൂർ, ഗൂഡല്ലൂർ. UK ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ. 8ഓളം ബ്രാഞ്ചുകളുമായി UK ലോട്ടറീസ് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു. മഞ്ചേരി, എടക്കര, പൂക്കോട്ടുംപാടം, നിലമ്പൂർ, ചന്തക്കുന്ന്, വണ്ടൂർ, പാണ്ടിക്കാട്, മലപ്പുറം. ഭാഗ്യധാര, സ്ത്രീശക്തി, ധനലക്ഷ്മി, കാരുണ്യ പ്ലസ്, സുവർണ കേരളം, കാരുണ്യ, സമൃദ്ധി. ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം. സുതാര്യം, വിശ്വസ്തം, ജനകീയം. UK ലോട്ടറീസ്. UK ലോട്ടറീസ്, ഹെഡ് ഓഫീസ് മഞ്ചേരി. പഴയ സ്വർണ്ണാഭരണങ്ങൾ വീട്ടിലുണ്ടെന്ന ആശങ്കയോ? എന്തിന്? ഇന്ത്യയുടെ പരിപൂർണ ഹോൾമാർക്ക് നയത്തിന്റെ ഭാഗമാകൂ. പഴയത് നൽകൂ, പുതിയത് സ്വന്തമാക്കൂ. സ്വർണ്ണാഭരണങ്ങൾ എത്ര പഴകിയതായാലും ഹോൾമാർക്കുകൾ ഒന്നും തന്നെയില്ലെങ്കിലും അത് മാറ്റി പുതിയ 916 സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാൻ നിലമ്പൂർ മലബാർ ജ്വല്ലറി ഒരുക്കുന്ന ഒരു സുവർണാവസരം. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മുന്തിയ വിലയ്ക്ക് ഞങ്ങൾ എടുക്കുന്നു. പകരം BIS 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കൂ. ഈ അവസരം പരിമിത കാലത്തേക്ക് മാത്രം. സ്വർണ്ണാഭരണ വിൽപ്പനയിൽ കാലത്തോടൊപ്പം കൈകോർത്ത് നിൽക്കുന്ന വിശ്വസ്ത സേവനത്തിന്റെ നിറവിൽ ഇപ്പോൾ മലബാർ ജ്വല്ലറിയിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ മറ്റാർക്കും നൽകാൻ കഴിയാത്ത ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും ആനുകൂല്യങ്ങളും, പുറമെ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം, കല്യാണ പാർട്ടികൾക്ക് പ്രത്യേക ഡിസ്കൗണ്ടും ലഭ്യമാണ്. മലബാർ ജ്വല്ലറി, നിയർ പോലീസ് സ്റ്റേഷൻ, മെയിൻ റോഡ്, നിലമ്പൂർ. ഫോൺ 224 908 225 916. വാർത്തകൾ തുടരുന്നു. ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ പാതയിൽ രാത്രികാല മെമു സർവീസ് ഈ മാസം 23-ന് ആരംഭിക്കും. രാത്രി 8:35-ന് ഷൊർണൂരിൽ നിന്ന് പുറപ്പെട്ട് 10:05-ന് നിലമ്പൂരിലെത്തുന്ന തരത്തിലാണ് ആദ്യ സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. പുലർച്ചെ 3:40-ന് നിലമ്പൂരിൽ നിന്ന് തിരിച്ച് 4:55-ന് ഷൊർണൂരിൽ എത്തുന്ന വിധത്തിലുമാണ് മടക്കയാത്ര. നിലവിൽ എറണാകുളം ഷൊർണൂർ മെമു സർവീസ് നിലമ്പൂരിലേക്ക് നീട്ടുന്നത് വഴി എറണാകുളം തൃശൂർ ഭാഗങ്ങളിൽ നിന്നും രാത്രിയിൽ നിലമ്പൂരിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് ഇത് വലിയ സഹായകമാകും. എക്സിക്യൂട്ടീവ് ട്രെയിനിനെ ആശ്രയിക്കാതെ മെമുവിൽ നാട്ടിലെത്തുവാൻ കഴിയുമെന്നത് യാത്രക്കാർക്ക് ഏറെ ആശ്വാസമാകും. അതേസമയം മെമു സർവീസിന്റെ നിലവിലെ സമയക്രമം പുതുക്കണമെന്ന ആവശ്യവും ശക്തമാണ്. നിലവിലെ സമയം വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നാണ് യാത്രക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. ഷൊർണൂരിൽ നിന്നുള്ള പുറപ്പെടൽ സമയം 9:15 ആക്കിയാൽ വന്ദേ ഭാരത് ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ്, തിരുവനന്തപുരം മംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് എന്നിവയുമായി കണക്ഷൻ ലഭിക്കും. പുലർച്ചെ നിലമ്പൂരിൽ നിന്നുള്ള പുറപ്പെടൽ സമയം അല്പം വൈകിച്ചാൽ 4:30-നുള്ള ഷൊർണൂർ എറണാകുളം ആലപ്പുഴ മെമു കണക്ഷനും ലഭിക്കും. ഒരു ട്രെയിൻ ക്രോസിംഗ് സ്റ്റേഷനായ അങ്ങാടിപ്പുറത്ത് എത്തിയ ശേഷമേ അടുത്ത ട്രെയിൻ പുറപ്പെടുവാൻ സാധിക്കൂ എന്നതിനാൽ രാത്രി 8:15-ന് പുറപ്പെടുന്ന ട്രെയിൻ അല്പം നേരത്തെ ആക്കിയേക്കുമെന്നും സൂചനയുണ്ട്. കൂടുതൽ ട്രെയിനുകളുമായി കണക്ഷൻ ലഭിക്കുന്ന രീതിയിൽ സമയക്രമത്തിൽ മാറ്റം വരുത്തുവാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. അടുത്തിടെ നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് ട്രെയിൻ കോച്ചുകളുടെ എണ്ണം 14-ൽ നിന്നും 16-ആയി വർദ്ധിപ്പിച്ചിരുന്നു. KSEBിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ മണ്ഡലം സുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു. നിലമ്പൂർ TBയിൽ ചേർന്ന യോഗം ആര്യടൻ ഷൗക്കത്ത് MLA ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം പാക്കേജിലാണെങ്കിലും ദ്വിതി സ്കീമിലാണെങ്കിലും അതേപോലെ RDSS സ്കീമിലും യൂത്ത് വോൾട്ടേജ് ഇംപ്രൂവ്മെന്റ്, അതേപോലെ തന്നെ ഈ പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ ലോസ് കുറയ്ക്കാൻ
അതേപോലെ തന്നെ അപകടങ്ങൾ കുറയ്ക്കാൻ ഒക്കെ വേണ്ടിയിട്ടുള്ള അതിൻ്റെ സ്കീമുകൾ ഇതുവരെ നിലവിലുള്ള എന്തൊക്കെ സ്കീമുകൾ ഉണ്ട് എന്ന് വിലയിരുത്തി തുടർന്ന് കൂടുതൽ ബോർഡിനോട് കൂടുതൽ ഇവിടെ ആവശ്യമുള്ള ഇപ്പോൾ നമുക്ക് സിംഗിൾ ഫേസ് 3 ഫേസ് ആക്കാൻ അതല്ലെങ്കിൽ പുതിയ ലൈൻ വലിക്കാൻ അതിനൊക്കെ ആവശ്യമുള്ള മറ്റു പോസ്റ്റുകളുടെ എണ്ണമാണ് കുറവ് അല്ലേ? പോസ്റ്റ് അതുപോലെ മറ്റു സാധന സാമഗ്രികൾക്ക് ആവശ്യമുള്ളത് എത്തിക്കാൻ വേണ്ടി മന്ത്രിയെ കാണാനും അത് ആവശ്യപ്പെടാനും കൂടി തീരുമാനിച്ചിട്ടുണ്ട്. വിവിധ വകുപ്പുകളുടെയും ജനപ്രതിനിധികളുടെയും സഹകരണത്തോടെ വൈദ്യുത അപകടങ്ങൾ കുറയ്ക്കുവാനും സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തുവാനുമാണ് KSEB മണ്ഡലം സുരക്ഷാ കമ്മിറ്റി രൂപീകരിക്കുന്നത്. MLA ചെയർമാനും KSEB ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൺവീനറുമായുള്ള കമ്മിറ്റിയിൽ തഹസിൽദാർ, പോലീസ്, ഫയർ, വനം വകുപ്പ് പ്രതിനിധികളും നഗരസഭ, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷരും അംഗങ്ങളാണ്. പഞ്ചായത്ത്, വാർഡ് തല ജാഗ്രതാ സമിതികളും മണ്ഡലം സുരക്ഷാ കമ്മിറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കും. അവയുടെ മേൽനോട്ടവും സുരക്ഷാ കമ്മിറ്റിയുടെ ചുമതലയാണ്. നിലമ്പൂർ മണ്ഡലത്തിൽ KSEBയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ ശ്രമിക്കുമെന്ന് ആര്യടൻ ഷൗക്കത്ത് MLA പറഞ്ഞു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള വൈദ്യുതി സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ പ്രഖ്യാപിച്ച മലപ്പുറം പാക്കേജ്, വൈദ്യുതി കേന്ദ്ര സഹായത്തോടെ നടപ്പാക്കുന്ന RDSS തുടങ്ങിയ പദ്ധതികൾ ഫലപ്രദമായി നടപ്പാക്കുവാൻ ശ്രമിക്കും. വോൾട്ടേജ് കുറവ്, 3 ഫേസ് ലൈൻ ആക്കൽ, ട്രാൻസ്ഫോമർ സ്ഥാപിക്കൽ തുടങ്ങിയവ പരിഹരിക്കും. അതിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും MLA പറഞ്ഞു. യോഗത്തിൽ KSEB നിലമ്പൂർ സബ് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിഷാബാൻ അധ്യക്ഷത വഹിച്ചു. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P. പുഷ്പവല്ലി, കരുളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരിയൻ, വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി, KSEB നിലമ്പൂർ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K. രാജീവ്, A. ഗോപിനാഥ് എന്നിവർ സംസാരിച്ചു. റവന്യൂ, പോലീസ്, ഫയർ, വനം വകുപ്പ് പ്രതിനിധികളും പങ്കെടുത്തു. നിലമ്പൂർ മുനിസിപ്പൽ പരിധിയിലുള്ള 25ഓളം ഓട്ടോ തൊഴിലാളികൾ CITവിൽ നിന്നും മറ്റ് വിവിധ യൂണിയനിൽ നിന്നും രാജിവെച്ചു INTUCയിൽ ചേർന്നു. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തോടുന്ന ഓട്ടോ തൊഴിലാളികൾക്കാണ് നിലമ്പൂർ MLA ആര്യടൻ ഷൗക്കത്ത് മെമ്പർഷിപ്പ് നൽകിക്കൊണ്ട് INTUCയിലേക്ക് സ്വീകരിച്ചത്. നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തൊഴിൽ ആളി പ്രസ്ഥാനത്തിലേക്കാണ് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട, ഈ പ്രസ്ഥാനം പ്രത്യേകിച്ചും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊക്കെ എന്ത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ അതിനൊക്കെ ഞങ്ങൾ ചേർത്ത് നിർത്താൻ കഴിയുന്നവരാണ് ഞങ്ങളൊക്കെ തന്നെ. ഇവിടെ കോൺഗ്രസ് വളർന്നതും INTUC ഉണ്ടായതും INTUCയുടെ വളർച്ചയും അതിൻ്റെ ചരിത്രമൊക്കെ നിങ്ങൾക്കറിയാം. ഇവിടെ അധ്വാനിക്കുന്ന മനുഷ്യനെ സംരക്ഷിക്കാനും അവരെ ചേർത്ത് നിർത്താനും നിലമ്പൂർ മേഖലയിൽ കാട്ടിലും അതേപോലെ നാട്ടിലും അതേപോലെ തന്നെ പ്ലാന്റേഷൻ മേഖലയിലും ഒക്കെ കഷ്ടപ്പെടുന്നവരെ അവരെ ചേർത്ത് നിർത്താൻ കഴിഞ്ഞ ഏക പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതുകൊണ്ടാണ് കോൺഗ്രസിന് ഇവിടെ വളരാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് INTUC ഇവിടെ വളരാൻ കഴിയുന്നത്. ഇന്ത്യ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയായ INTUC തന്നെയാണ് നിലമ്പൂരിലെയും ഏറ്റവും വലിയ തൊഴിലാളി സംഘടന എന്നും നിലമ്പൂർ മേഖലയിൽ ആര്യാടൻ മുഹമ്മദ് കെട്ടിപ്പടുത്തുയർത്തിയ INTUC എന്ന പ്രസ്ഥാനം തൊഴിലാളികൾക്കൊപ്പം എന്നും നിലകൊള്ളുമെന്നും ഏത് പ്രതിസന്ധിയിലും അവർക്ക് കൂട്ടായി അവരുടെ കൂടെ ഉണ്ടാകുമെന്നും MLA പറഞ്ഞു. റഹീം ചോലയിൽ അധ്യക്ഷത വഹിച്ചു. ആഷിഫ് TMS, നിലമ്പൂർ മുനിസിപ്പൽ പ്രസിഡന്റ് നജീബ് PP, INTUC ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ പ്രസിഡന്റ് അഷ്റഫ് ബാവ, ജനറൽ സെക്രട്ടറി ഫൈസൽ തയ്യൽ, അസ്കർ VP, സന്തോഷ് ഏനാന്തി, റിഷാദ് വേട്ടിച്ചാൽ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ നഗരസഭയിലെ LDF കൗൺസിലർമാർ ധർണ നടത്തി. നിലമ്പൂർ ജില്ലാ ആശുപത്രി വികസനം MLAയും കോൺഗ്രസും തടയുന്നുവെന്ന് ആരോപിച്ചായിരുന്നു ധർണ. MLAയ്ക്കും UDFനുമെതിരെ നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ നടത്തിയ സമരത്തിലൂടെ സ്വയം അപഹാസ്യരായി മാറിയെന്നും സത്യം മനസ്സിലാക്കുവാൻ നിലമ്പൂരിലെ ജനങ്ങൾക്കറിയാമെന്നും അവർ ഈ സമരത്തെ പുച്ഛിച്ചു തള്ളുമെന്നും നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലൊളി മെഹബൂബ്. നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള കംഫർട്ട് സ്റ്റേഷൻ പൂട്ടിയിട്ടതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർക്ക് ഉടൻ തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് UDF മുനിസിപ്പൽ കമ്മിറ്റി പൂട്ടിയിട്ട കംഫർട്ട് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി.
മലപ്പുറം കിഴക്കേ ചാത്തല്ലൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധിക മരിച്ചു. കിഴക്കേ ചാത്തല്ലൂരിൽ പട്ടേരി വീട്ടിൽ കല്യാണിയമ്മയാണ് മരിച്ചത്. ഏറനാട് മണ്ഡലത്തിലെ വന്യമൃഗശല്യം പരിഹാരം തേടി PK ബഷീർ MLA അധ്യക്ഷതയിൽ എടവണ്ണയിൽ പ്രത്യേക യോഗം ചേർന്നു. കാട്ടാനശല്യം രൂക്ഷമായ സ്ഥലങ്ങളിൽ സോളാർ വൈദ്യുത വേലി നിർമ്മിക്കാൻ ധാരണ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.